ഹിരണ്യയെ ആ വീട്ടിലുള്ളവരെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാവരും അവളോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചതും. ചിലർ സംസാരിച്ച തമിഴ് ഭാഷ അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴെല്ലാം വെങ്കടി അവൾക്കത് വിവർത്തനം ചെയ്തു കൊടുത്തു. രാത്രി ഭക്ഷണത്തിൽ എല്ലാവരും ഒത്തുകൂടി. വെങ്കടിയുടെ പിതാവ് അവളോട് അവളെക്കുറിച്ച് ചോദിച്ചു. മകൻ പറഞ്ഞ മറുപടികൾ കേട്ടതിന് ശേഷം അദ്ദേഹം കൂടുതലൊന്നും ചോദ്യങ്ങളൊന്നും അവളോട് ചോദിച്ചില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അത് കണ്ടപ്പോൾ ഹിരണ്യയുടെ മനസ്സും കുറച്ചൊന്ന് ശാന്തമായി. പെട്ടെന്നാണ് വെങ്കടിയുടെ ഫോൺ ബെല്ലടിച്ചത്. അവൻ ഭക്ഷണമേശയിൽ നിന്നും എഴുന്നേറ്റ് മാറി നിന്നു. "പറയൂ കാർത്തിക്." ദൂരെ മാറി നിന്ന് അവൻ സംസാരിച്ചു തുടങ്ങി. "ഷീസ് ബ്യൂട്ടിഫുൾ." കാർത്തിക് ശല്യം സഹിക്കാൻ വയ്യാതെ കുറച്ചു മുൻപാണ് വെങ്കടി ഹിരണ്യയുടെ ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തത്. "ഞാൻ വേണമെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്കാം, നീ നേരിട്ട് സംസാരിക്കുമോ?" വെങ്കടി കാർത്തികിനോടായി ചോദിച്ചു. "നോ നോ, ഐ വിൽ കം ഇൻ എ വീക്ക്. ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ ഹർ." കാർത്തിക് ആവേശത്തോടെ പറഞ്ഞു. "എന്ത് സർപ്രൈസാണാവോ? ശരി, നീയാവട്ടെ അവളുടെ കാര്യങ്ങൾ നോക്കുന്നത്. എനിക്ക് കഴിയുന്ന രീതിയിൽ അവളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാനും അന്വേഷിച്ചു വെക്കാം." എന്ന് പറഞ്ഞ് വെങ്കടി ഫോൺ കട്ട് ചെയ്തു. കാർത്തിക് തൻ്റെ ഫോണിലെ ആ ഫോട്ടോയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. എത്ര കണ്ടിട്ടും അവൻ്റെ കൊതി തീരുന്നുണ്ടായിരുന്നില്ല. "യു ആർ ഗോർജസ് ഏഞ്ചൽ" എന്ന് മുറുമുറുത്തുകൊണ്ട് അവൻ ആ സ്ക്രീനിൽ ചുംബിച്ചു. മിനിറ്റുകളോളം ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ സ്വപ്നലോകത്തായിരുന്നു. അവൻ്റെ അരികിൽ മലയാളം പഠിക്കാനുള്ള ഒരു പുസ്തകം വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. ഹിരണ്യ എന്നവൻ ആ പേര് ഒന്ന് വിളിച്ചു നോക്കി. അവൻ ആ പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേസമയം മീര പുലർച്ചെ തന്നെ കുളിച്ച് റെഡിയായി അടുക്കളയിലേക്ക് വന്നു. "മോള് പൊയ്ക്കോളൂ, ഞാൻ പാചകം ചെയ്തിട്ട് വിളിക്കാം." ശാന്തേച്ചി മീരയോടായി പറഞ്ഞു. "ഇല്ല ചേച്ചി, എനിക്കിതെല്ലാം പഠിക്കും വേണം." എന്നവൾ. മീര പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. ഇടയ്ക്ക് ശ്യാമിൻ്റെ വിളി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അവൻ ബാഗൊക്കെ തൂക്കി യാത്രക്കായി തയ്യാറായി നിൽക്കുന്നു. "ഞാൻ നാട്ടിലേക്ക് പോകാം." വാതിൽക്കൽ ചാരി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. "ഓ, പക്ഷെ എന്തിന്?" അവൻ്റെ പെട്ടെന്നുള്ള ഈ പുറപ്പാട് അവൾക്ക് ചെറിയൊരു വിഷമമുണ്ടാക്കി. "അച്ഛൻ വിളിച്ചിരുന്നു മീര. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. 1 മാസം, അതിനുള്ളിൽ വരും. അതുവരെ നീ എന്നെ മിസ് ചെയ്യുന്നൊന്നും വേണ്ട. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമുക്കൊരുപാട് സംസാരിക്കാം." അത് പറഞ്ഞുകൊണ്ട് അവൻ അവളോടൊന്ന് സൈറ്റടിച്ചു. "നിങ്ങൾ ഇങ്ങനെയൊക്കെ കുസൃതി കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും." അവൻ ചിരിച്ചുകൊണ്ട് അത് കേട്ടു. "മറക്കാതെ ഫോൺ ചെയ്യണം മീര. ഞാൻ ചെയ്താലും നീ എടുക്കണം." എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ ഒരു മനസ്സമാധാനത്തിന്. 2 ദിവസങ്ങൾ കടന്നുപോയി. മീരക്കെന്നും റോസാപ്പൂക്കൾ വാങ്ങി നൽകാറുള്ള രുദ്രൻ അന്ന് മുല്ലപ്പൂവും കൂടി വാങ്ങിയിരുന്നു. അത് കണ്ട മീര ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. പൂക്കടക്കാരൻ ചേച്ചി ചോദിച്ചു, "ആർക്കാണ് പൂവെന്ന്?" "എൻ്റെ ഭാര്യക്കാണെന്ന് ഞാനും അവരോട് പറഞ്ഞു." "ദിവസം റോസാപ്പൂവാണല്ലോ വാങ്ങുന്നത്, ഭാര്യയ്ക്ക് മുല്ലപ്പൂവ് വാങ്ങി കൊടുക്കണമെന്ന് അവരും എന്നോട് പറഞ്ഞു." "അവർ തന്നെ അത് കെട്ടിത്തരികയും ചെയ്തു." നാടത്തോടെ അവൻ പറഞ്ഞു. മീര ഒന്നും മിണ്ടാതെ ആ പൂക്കൾ വാങ്ങി തലയിൽ ചൂടി. മുല്ലപ്പൂവ് വെച്ചപ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ അവന് തോന്നി. ഇനിയെന്നും അവൾക്ക് മുല്ലപ്പൂവ് വാങ്ങി നൽകണമെന്ന് അവനുമുള്ളിൽ ഉറപ്പിച്ചു. "നിന്റെ അമ്മക്ക് എങ്ങനെയുണ്ട്?" രുദ്രൻ മീരയുടെ അരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു. "എന്തൊക്കെയോ പുരോഗതി ഉണ്ടെന്ന് അവർ പറയുന്നു. പക്ഷെ എനിക്ക് മാറ്റമൊന്നും തോന്നുന്നില്ല. അമ്മ കണ്ണു തുറന്നാൽ മാത്രമേ എനിക്ക് ആശ്വാസമാകൂ." അവളും പറഞ്ഞു. രുദ്രൻ മീരയുടെ കൈകൾ പിടിച്ചു. അവൾ അവനെ നോക്കി. "നീ എന്നെ വിശ്വസിക്ക് മീര. അമ്മ ഉടനെ തന്നെ സുഖം പ്രാപിക്കും." അവൻ പുഞ്ചിരിയോടെ അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ മൃദുവായ കൈകളിൽ അവൻ മെല്ലെ തലോടി. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. "സോറി." അവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. "ഇല്ല, സാരമില്ല, സോറിയൊന്നും വേണ്ട." എന്ന് പറഞ്ഞ് മീര മുഖം താഴ്ത്തി. അവളുടെ ചുവന്നു തൊടുത്ത കവിളുകൾ അവനെ ആകർഷിച്ചു. അവൻ മെല്ലെ അവളുടെ കവിളിൽ തഴുകി. "താങ്ക്സ്." മീര പറഞ്ഞെങ്കിലും അവനെ നേരിട്ട് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. "മീര, നിനക്കെന്നെ ഇഷ്ടമാണോ?" അവൻ അവളോട് പ്രതീക്ഷയോടെ ചോദിച്ചു. എനിക്കറിയില്ല." അവളുടെ സ്വരം ഇടറി. അവളുടെ കവിളുകൾ മാത്രം അത്രമേൽ മൃദുവായിരുന്നു. അവൻ മെല്ലെ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. മീര ഒന്ന് പകച്ചു പോയെങ്കിലും ആ ചുംബനത്തെ തടഞ്ഞില്ല. ആ ചുംബനം വളരെ മൃദുവായിരുന്നു.
ഒരു പൂവിതളെ സ്പർശിക്കുന്നത് പോലെ അവൻ പിന്നീട് അവളുടെ കഴുത്തിലേക്ക് നീങ്ങി. മീരക്ക് അതിൽ വിറയൽ തോന്നിയെങ്കിലും പിന്നീട് അവൾ അവനിൽ ലയിച്ചു ചേർന്നു. അവൻ അവളുടെ കഴുത്തിൽ ചുംബനങ്ങളാൽ നനച്ചു. രുദ്രേട്ടാ എന്നവൾ അറിയാതെ വിളിച്ചുപോയി. തൻ്റെ ചുംബനങ്ങൾ അവളെ ശല്യപ്പെടുത്തുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവന് വലിയ ആശ്വാസവും സന്തോഷവും തോന്നി. അവളുടെ നാവിലൂടെ ഉതിർന്നു വീണ ആ ഒരൊറ്റ വാക്ക് രുദ്രേട്ട രുദ്രൻ്റെ സിരകളിൽ ഒരു മിന്നൽ പുനൽ പോലെയാണ് പാഞ്ഞുപോയത്. അവളിൽ അവനുള്ള സകല അവകാശങ്ങളും സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. ഒരു പൂന്തന്നൽ പോലെ മൃദുവായിരുന്നു അവൻ്റെ ചുംബനങ്ങൾ. പെട്ടെന്ന് തന്നെ വന്യവും തീക്ഷ്ണവുമായി മാറി. അവളുടെ വാക്കുകൾ അവനെ നിറച്ചത് വല്ലാത്തൊരു ഉന്മേഷമായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരുന്ന മീരക്ക് തൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനായില്ല. അവനോട് തോന്നുന്ന ഈ വല്ലാത്തൊരടുപ്പം അത് എന്തിനുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭ്രാന്ത് പിടിച്ചവളെ പോലെ അവൾ അവനിൽ സ്വയം സമർപ്പിച്ചു. ഓരോ നിമിഷവും അവൾ ഏതൊരു മാന്ത്രിക ലോകത്തേക്ക് ആനയിക്കപ്പെട്ടിരുന്നു. താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പുത്തൻ വികാരങ്ങൾ വെണ്ണിലെ സുഗന്ധമായി അവളിലേക്ക് പടർന്നു. ഇത് കേവലം പ്രണയമാണോ അതോ ആ രുദ്രേട്ട എന്ന വിളിയുടെ വിശുദ്ധിയാണോ എന്ന് തിരിച്ചറിയാനാവാതെ അവളും തളർന്നിരുന്നു. അവനെ തള്ളിമാറ്റാൻ അവളുടെ മനസ്സ് വിസമ്മതിച്ചു. എന്നാൽ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ രുദ്രൻ നിശ്ചലനായി. അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലെ മിന്നുന്ന സ്വർണ്ണമാലയിൽ തറച്ചു നിന്നു. ഹിരണ്യ അണിഞ്ഞിരുന്ന അതേ മോഡൽ മാല. ആ ഒരൊറ്റ കാഴ്ച അവനെ പൊള്ളിച്ചു. അഗ്നിപർവ്വതത്തിന് മുകളിൽ ആകാശത്തോളം മഞ്ഞുപാളികൾ വന്നു വീണതുപോലെ ആ നിമിഷം അവൻ്റെ വികാരങ്ങളെല്ലാം മരവിച്ചു പോയി. അവൻ പെട്ടെന്ന് പിൻവാങ്ങുവന്നത് കണ്ട് മീര പകപ്പോടെ എഴുന്നേറ്റിരുന്നു. രുദ്രൻ്റെ മുഖത്തെ വെപ്രാളവും ആകുലതയും കണ്ട് അവളും ആകെ ആശയക്കുഴപ്പത്തിലായി. സോറി മീര. വാക്കുകൾ മുറിഞ്ഞുപോയി. വിറക്കുന്ന ശബ്ദത്തിലെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ മുറിക്ക് പുറത്തേക്കോടി. വരാന്തയിലിറങ്ങി അവൻ ആകെ വിയർത്തു കുളിച്ചിരുന്നു. മുടിയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ അവനൊന്ന് ദീർഘശ്വാസം വിട്ടു. മീര ഒന്നും മനസ്സിലാകാതെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റം അവളെ ആകെ തളർത്തിക്കളഞ്ഞു. അവൾ പതുക്കെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നെഞ്ചുലക്കുന്നതായിരുന്നു. താഴെ തറയിൽ ശൂന്യമായ കണ്ണുകളുമായി ഭിത്തിയിലേക്ക് നോക്കി രുദ്രൻ ഇരിക്കുന്നു. അവൻ്റെ നേർമുന്നിൽ മാല ചാർത്തിയ ഹിരണ്യയുടെ മനോഹരമായ ചിത്രവുമുണ്ട്. രാഹുൽ അവളെ കൊലപ്പെടുത്തി എന്ന മെസ്സേജ് പ്രഭ രുദ്രനെ അയച്ചിരുന്നു. എന്നാൽ മീരക്ക് വിശ്വാസമുണ്ട് തൻ്റെ ചേച്ചി ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന്. അന്നു മുതൽ രുദ്രൻ ഇങ്ങനെയാണ്. കണ്ണീർ തടഞ്ഞു നിൽക്കാനാവാതെ ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ വിതുമ്പി. സോറി ഹിരണ്യ, എന്നോട് ക്ഷമിക്കണം നീ. ഞാൻ ദേഷ്യത്തിൽ ചെയ്തതാണതെല്ലാം. അവൻ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി നിലത്തിരുന്നു. മീരയുമായി ചിലവഴിച്ച ഓരോ നിമിഷം ഇപ്പോൾ അവന് വലിയൊരു പാപമായി തോന്നി. ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു എൻ്റെ ഹിരണ്യെ, ഞാൻ ചതിച്ചു. അവൻ്റെ മനസ്സ് ആവർത്തിച്ചു പറഞ്ഞു. ക്ഷമിക്കുക ഹിരണ്യ, ഞാൻ നിനക്ക് വലിയൊരു ദ്രോഹമാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും ഇതാഗ്രഹിച്ചതുമല്ല. ഒരു കുഞ്ഞിനെ പോലെ അവൻ കരഞ്ഞു. പിന്നെ ഭിത്തിയിലേക്ക് ചാരി നിന്ന് മീരയുടെ ഹൃദയം നുറുങ്ങിയിരുന്നു. എന്തൊരു ബന്ധമാണത്? താൻ തൻ്റെ സ്വന്തം ചേച്ചിയെ ചതിക്കുകയാണോ? ആ ചോദ്യം ഒരു നിമിഷം അവളെ ഭയപ്പെടുത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ ആ ചിന്തകൾ മനസ്സിൻ്റെ കോണിലേക്ക് വലിച്ചെറിഞ്ഞു. സോറി ചേച്ചി, ഐ ലവ് യു. പക്ഷെ എനിക്കത് ചതിയായി തോന്നുന്നില്ല. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് ക്ഷമിക്കണം നീ. അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. പിന്നെ പതുക്കെ നടന്ന് രുദ്രൻ്റെ തോളിൽ കൈവച്ചു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് തലയുയർത്തി അവളെ നോക്കി. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സമയം ഒരുപാടായി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ പറഞ്ഞു. രുദ്രൻ ആകെ തളർന്നു പോയിരുന്നു. മീര അവനെ കടന്നു പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സോറി, നീറുന്ന സ്വരത്തിൽ അവൻ വീണ്ടും പറഞ്ഞു. പക്ഷെ മീര യാതൊരു വികാരവുമില്ലാതെ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി പതുക്കെ നടന്നകന്നു.